കലാഭവൻ മണി സ്മാരകം യാഥാർത്ഥ്യമാക്കാത്തതിൽ പ്രതിഷേധം ശക്തം. മാർച്ച് 6-ന് 9ാം ചരമവാർഷികം ആചരിക്കാനിരിക്കെ പ്രതിഷേധം ശക്തമാക്കുകയാണ് സുഹൃത്തുക്കളും ജനപ്രതിനിധികളും. ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷക്കാരനായ കലാഭവൻ മണിയെ വഞ്ചിച്ചുവെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. എന്നാൽ സ്മാരകം യാഥാർത്ഥ്യമാക്കുമെന്നതിൽ MLAയ്ക്കും ചാലക്കുടി നഗരസഭയ്ക്കും വീഴ്ച ഉണ്ടായെന്നാരോപിച്ച് LDF കൗൺസിലർമാരും നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. സ്ഥലം ഏറ്റെടുത്ത സാംസ്കാരിക വകുപ്പിന് കൈമാറി 3 കോടി രൂപ അനുവദിച്ച ടെൻഡർ നടപടിയും പൂർത്തിയായി. പക്ഷേ 9ാം ചരമവാർഷികം ആചരിക്കാൻ ഒരുങ്ങുമ്പോഴും കലാഭവൻ മണിയുടെ സ്മാരകം മാത്രം യാഥാർത്ഥ്യമായില്ല. തറക്കല്ലിടാൻ പോലും ഇതുവരെയും സാധിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാക്കുന്നത്. കലാഭവൻ മണിയുടെ സുഹൃത്തും സാമൂഹ്യ പ്രവർത്തകനുമായ ജയൻ പട്ടത്ത് കണ്ണുമൂടിക്കെട്ടി ഒറ്റയാൾ സമരം നടത്തി. കലാഭവൻ മണിയോട് സർക്കാർ കാണിച്ചത് കടുത്ത അവഗണനയെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അധ്യക്ഷതയിലെ മീറ്റിങ്ങുകളായിട്ടും ഒക്കെ ഈ വിഷയം ഉന്നയിക്കുകയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കലാഭവൻ മണിയോട് അനാദരവ് കാണിക്കുകയാണ്. എന്നാൽ സ്മാരകം യാഥാർത്ഥ്യമാകാതെ പോയത് MLAയുടെയും ചാലക്കുടി നഗരസഭയുടെയും വീഴ്ചയാണെന്ന് ആരോപിച്ച LDF കൗൺസിലർമാർ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചു. മാർച്ച് 6-ന് കലാഭവൻ മണി അനുസ്മരണ ദിനത്തിൽ സ്മാരകത്തിന് തറക്കല്ലിടണം എന്നതാണ് ഉയരുന്ന ആവശ്യം. ജനം, തൃശൂർ.